ஐயா வணக்கம். என்ன பழக்கம் அண்ணா இது? என்ன പഴക്കം ഇത്? ഇതൊരു കമ്മ്യൂണിസ്റ്റ് പഴക്കം തന്നെയാണോ അണ്ണ എന്ന് മാത്രമേ എനിക്ക് കാസർഗോഡ് ഉദുമ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള നമ്മുടെ PV ഭാസ്കരൻ അണ്ണനോട് ചോദിക്കാനായിട്ടുള്ളൂ. സംഭവം വേറൊന്നുമല്ല, ഒരു പുരോഗമന സാംസ്കാരിക മതേതര സമൂഹമാകുമ്പോൾ ആ സമൂഹത്തിന് അണ്ണൻ്റെ ഭാഗത്ത് നിന്ന് മികച്ചൊരു സംഭാവനയ്ക്കുള്ളൊരു സാഹചര്യം, ഒരു സാമൂഹിക സാഹചര്യം ഉയർന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ആ സാമൂഹിക സാഹചര്യം ഉരുത്തിരിയുമ്പോൾ അതിലേക്ക് മികച്ച രീതിയിൽ സംഭാവന ചെയ്യുക എന്നുള്ളതാണ് അണ്ണൻ്റെ കർത്തവ്യം. ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അണ്ണൻ എന്ന് അണ്ണൻ മനസ്സിലാക്കണം. നമ്മുടെ മതേതരം, നമ്മുടെ ജനാധിപത്യം, നമ്മുടെ സാംസ്കാരിക പുരോഗമനവാദം, ഇതിനൊക്കെ അണ്ണനൊരു മുതൽക്കൂട്ടാവണ്ടേ അണ്ണ. അണ്ണൻ്റെ പേര് ചരിത്രം ആ രീതിയിൽ രേഖപ്പെടുത്തും എന്നൊക്കെ നാളെ കമ്മ്യൂണിസ്റ്റുകാർ പറയണ്ടേ അണ്ണ. സംഭവമൊന്നുമില്ല. അണ്ണൻ്റെ ഒരു മകൾ സംഗീത എന്നാണ് അണ്ണൻ്റെ മകളുടെ പേര്. കാസർഗോഡ് ഉദുമയാണ് ഇവരുടെ സ്വദേശം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു സുപ്രഭാതം, അല്ലെങ്കിൽ അത് വേണ്ട, അപ്പോൾ ഈ ഒരു സുപ്രഭാതത്തിൽ അണ്ണൻ്റെ മകളായിട്ടുള്ള സംഗീത രംഗത്തെത്തുന്നു. സംഗീത രംഗത്തെത്തി പറയുകയാണ്, എൻ്റെ ജീവൻ അപകടത്തിലാണ്. ഒരു വീഡിയോ വഴിയാണ് സംഗീത രംഗത്തെത്തുന്നത്. എൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന് സംഗീത പറയാനുള്ള സാഹചര്യം എന്താണ്? സംഗീത ഇത് പറയാനുള്ള സാഹചര്യം വളരെ സിമ്പിളാണ്. എൻ്റെ അച്ഛനായിട്ടുള്ള PV ഭാസ്കരൻ അണ്ണൻ എന്നെ മർദ്ദിക്കുന്നു. എന്നെ മർദ്ദിച്ച് എന്നെ അവശയാക്കുന്നു. എൻ്റെ തലയിൽ നിരന്തരമായിട്ട് അടിക്കുന്നു. എനിക്ക് വീട്ടിൽ ഇൻ്റർനെറ്റ് സൗകര്യമില്ല. എൻ്റെ ഫോൺ പിടിച്ചു വാങ്ങിക്കുന്നു. പോരാത്തതിന് എൻ്റെ തന്ത കാണാതെ ഞാൻ ഒളിച്ചു വെച്ച ഒരു ഫോണിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്നത്. എല്ലാ പത്രക്കാരും എൻ്റെ വീട്ടിലേക്ക് വരണം എന്നാണ് ആ പാവപ്പെട്ട ആ ഒരു പിഞ്ചു കുഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പറയുന്നത്. അവരുടെ കണ്ണുനീര് കാണുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇനി PV ഭാസ്കരൻ ഇത് ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കണം. അപ്പോഴാണ് നമുക്കൊരു കമ്മ്യൂണിസ്റ്റ് കഥയുടെ വിഷാദമായിട്ടുള്ള ഏടുകളിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ PV ഭാസ്കരൻ സുന്ദര സുലഭമായിട്ടുള്ള വീട്, അണ്ണനൊരു മകളുടെ പേര് സംഗീത. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുള്ളിക്കാരി ഒരു വിവാഹം കഴിക്കുന്നു, ഡൈവേഴ്സ് ആവുന്നു. അതിനുശേഷം ഈ ഡൈവേഴ്സായിട്ട് ഇതൊക്കെ കിട്ടുമല്ലോ, ജീവനാംശമൊക്കെ കിട്ടുമല്ലോ. ആ ജീവനാംശമൊക്കെ വാങ്ങിച്ച് അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള ഒരു സെറ്റപ്പിൽ നിൽക്കുമ്പോഴാണ് പുള്ളിക്കാരിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. പുള്ളിക്കാരിക്ക് സംഭവിച്ചു കഴിഞ്ഞ ശേഷം പുള്ളിക്കാരിയുടെ അരയ്ക്ക് കീഴ്പോട്ട് പുള്ളിക്കാരിക്ക് തളർന്നു പോകുന്നു. സോ സാഡ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിഷയം വരെയാണ് കഥ എത്തി നിൽക്കുന്നത്. ഈ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോകുന്ന പുള്ളിക്കാരിയെ ചികിത്സിക്കാനായിട്ട് പല സ്ഥലങ്ങളിലും അണ്ണൻ കൊണ്ടുപോകുന്നു. പക്ഷേ ആ ചികിത്സയൊന്നും ഫലം കാണുന്നില്ല. അപ്പോഴാണ് അവൻ രംഗപ്രവേശനം ചെയ്യുന്നത്. ഒരു നാഡീ വൈദ്യൻ രംഗപ്രവേശനം ചെയ്യുന്നത്. ഈ നാഡീ വൈദ്യൻ രംഗപ്രവേശനം ചെയ്ത് പറഞ്ഞു, അണ്ണാ ഒന്നും പേടിക്കണ്ട, ഇത് ഞാൻ സെറ്റപ്പാക്കി തരാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? ഈ നാഡീ വൈദ്യൻ ഈ പെൺകുട്ടിയെ ചികിത്സിക്കാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ ചികിത്സിച്ച് ഇവർ പ്രണയബദ്ധരാകുന്നു. ഇവർ പ്രണയബദ്ധരായതിനു ശേഷം എന്താണ് സംഭവിക്കുന്നത്? PV ഭാസ്കരൻ ഇവരുടെ ഈ അതുല്യമായിട്ടുള്ള ഈ പ്രണയത്തിന് വിഘാതം സൃഷ്ടിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു വീഴ്ചയാണ് അണ്ണൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും മതേതര പുരോഗമനം പുഴുങ്ങി തിന്നൊരു സമൂഹമാണ് നമ്മുടെ അണ്ണൻ മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ തൊട്ടപ്പുറത്ത് സംഖ്യകളാണ്, അറിയാമല്ലോ. ഈ സംഖ്യകൾ എടുക്കണോ ഞാൻ? ശൂലംഭ്രൂണ ഗർഭിണി വേണ്ടല്ലോ, അതൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ സാമൂഹിക സാഹചര്യം ഫാസിസം അങ്ങ് അടുക്കള വരെ എത്തി. അങ്ങനെ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അണ്ണനും ഈ ഫാസിസ്റ്റുകളുടെ കൂടെ കൂടാമോ? ഈ നാഡീ വൈദ്യൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിമാണ്. ഈ മുസ്ലിമായിട്ടുള്ളൊരു നാഡീ വൈദ്യനുമായിട്ട് അണ്ണൻ്റെ മകൾ പ്രണയത്തിലാകുന്നു. ഇതറിഞ്ഞ അണ്ണൻ സാട്ടാക്കൂട്ടൻ എഴുന്നേൽക്കുന്നു, നേരെ വരുന്നു, വീടിൻ്റെ കഥക് ചവിട്ടി തുറക്കുന്നു. ഈ പെൺകുട്ടി അറഞ്ചം പുറഞ്ചം തല്ലുന്നു. സിമ്പിൾ കേസിനാണെന്ന് ഈ പെൺകുട്ടി ഇങ്ങനെ അറഞ്ചം പുറഞ്ചം തല്ലുന്നത്. അതായത് ഈ നാഡീ വൈദ്യന് വേറെ ഒരു ഭാര്യയും മക്കളുണ്ട്. ഇതൊക്കെ ഒരു തെറ്റാണോ നമ്മുടെ പുരോഗമന സമൂഹത്തിൽ? എന്താണ് അണ്ണൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലേ, നമ്മുടെ ഷുക്കൂർ വക്കീൽ പറഞ്ഞതാണ്. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു കച്ചവടം ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ ഷുക്കൂർ വക്കീലാണ്. അപ്പോൾ ഷുക്കൂർ വക്കീൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ കാണ്ടമായിട്ട് എഴുതി പോസ്റ്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് വേറൊരു ഭാര്യ മക്കളുണ്ട്. ആണെങ്കിൽ തന്നെ എന്താണ്, അയാൾക്ക് വേറൊരു ഭാര്യ മക്കളും ഉണ്ടെങ്കിലും നിയമപരമായിട്ട് അയാൾക്ക് അണ്ണൻ്റെ മകളെ വിവാഹം കഴിക്കാനുള്ള എല്ലാ റൈറ്റുമുണ്ട്. കാരണം അയാളുടെ മതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇത്ര വിവാഹം കഴിക്കാമെന്നുള്ളത്. ഏകീകൃത സിവിൽ കോഡ് വരാത്ത ഈ ഒരു സാഹചര്യത്തിൽ അത് വരാൻ പാടില്ല. കാരണം ഫാസിസം അറിയാലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടിയെ അയാൾക്ക് വിവാഹം കഴിക്കാൻ ഈ അതുല്യ പ്രണയത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ വിഘാതം സൃഷ്ടിക്കല്ലേ അണ്ണ എന്ന് മാത്രമേ അണ്ണനോട് എനിക്ക് പറയാനായിട്ടുള്ള അപേക്ഷയാണ്. കാരണം ഒരു പ്രണയ കല്ലോലിത മനസ്സ് എനിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രണയ ജോഡികൾ ഒന്നിക്കുന്നത് എന്നും കാണാനായിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അണ്ണൻ്റെ മകളെ അണ്ണനും അണ്ണൻ്റെ ഭാര്യയും കൂടെ ചേർന്ന് ഇവർക്ക് രണ്ടുപേരെയും ഈ ഇണക്കുരുവികളെ ഒന്നിപ്പിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അണ്ണൻ ഈ മകളോട് പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകൾ തന്നെ വിശദീകരിക്കുന്നുണ്ട്. എൻ്റെ പേര് സംഗീത എന്നാണ്. കാസർഗോഡിലെ ഉദുമയിലാണ് എൻ്റെ താമസം. ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ
നിങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കണം. 2 വർഷമായിട്ട് എനിക്ക് 2 വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കും. അതിനോട് എനിക്ക് എൻ്റെ അരയ്ക്ക് താഴെ പാരലൈസായിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ 2 വർഷത്തിൽ ഏകദേശം എല്ലാ ഹോസ്പിറ്റലുകളിൽ നിന്നും ഞാനിനി നടക്കില്ല എന്നും ഇനി ഒരിക്കലും എനിക്ക് എൻ്റെ പഴയ ജീവിതത്തിലേക്ക് പോവില്ല എന്നും ആണ്, ഇനി കിടത്തത്തിൽ തന്നെ ആയിരിക്കുന്നതാണ് എല്ലാ ശാസ്ത്രവും എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എൻ്റെ ആനസിൽ തൊട്ട് നോക്കുമ്പോൾ പോലും അവിടത്തോട്ട് പോലും ഞരവുകൾ എത്തിയിട്ടില്ല. അപ്പം ഇനി കാലിലേക്ക് ഞരവ് വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അതിൻ്റെ മസിൽ ഫങ്ഷനിങ് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു ഹോപ്പുള്ളൂ. അങ്ങനെ ഒരു ഹോപ്പ് 1.5 വർഷമായിട്ട് കാണാത്തത് ഇനി കാണാനുള്ള ചാൻസും കുറവാണ് എന്നുള്ള രീതിയിൽ എല്ലാ മെഡിക്കൽ സയൻസും എന്നെ തിരിച്ചയച്ചു. അതിലവസാനം ഒരു നാഡീവൈദ്യം കാണാനിടയുണ്ടായി. ആ നാഡീവൈദ്യത്തിലൂടെ എനിക്കൊരു ഉറപ്പ് കിട്ടി, ഇനി എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ പറ്റുന്നു, എനിക്ക് നടക്കാൻ പറ്റുന്നുള്ളതും. അങ്ങനെ ആ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി 2 ആഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ ഞരവുകൾ കാലിൽ നിറച്ചും കാണാൻ തുടങ്ങിയിട്ടുണ്ട്. കാണുന്ന തരത്തിൽ തന്നെ എൻ്റെ കാലുകളിൽ ഞരവുകൾ എടുത്ത് കാണിക്കുന്നുണ്ട്. അത് ഇനി അതിൻ്റെ ഫങ്ഷനിങ്ങും എനിക്ക് നടക്കാൻ തുടങ്ങി. കാരണം മസിൽസിന് കുറച്ച് ഒരു ഷിവറിങ് പോലെയും ആ ഒരു മസിൽ ഫങ്ഷനിങ്ങും എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് അരയ്ക്ക് താഴെ ഒട്ടും സെൻസേഷൻ ഇല്ലായിരുന്നു. എന്നാൽ അരയ്ക്ക് താഴെയും എനിക്ക് സെൻസേഷൻ വന്നു തുടങ്ങി. എനിക്ക് മെഡിക്കലി ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ഇഷ്യൂസ് എല്ലാം എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് വഴി 1 by 1 ആയിട്ട് ക്യൂർ ആവുകയും നടക്കാനുള്ളൊരു ബോഡി ടോണായിട്ട് വരികയും ചെയ്യുന്ന സമയത്തിൽ എനിക്ക് എൻ്റെ ആരോഗ്യപരമായി മാത്രമല്ല എൻ്റെ ജീവിതത്തിലോട്ടും ഇനിയും ഒരുപാട് മുന്നിൽ പോകാനുണ്ട്. എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു കിട്ടുന്നുള്ള ഒരു രീതിക്ക് വൈദ്യർ എന്നെ എൻ്റെ ലൈഫിൽ എന്നോട് അച്ചീവ് ചെയ്യാനും എന്നെ പ്രോത്സാഹിപ്പിച്ചൊരു മനുഷ്യനാണ്. എനിക്കത് കാണാനുമുണ്ട്. ആ ഒരു വൈദ്യപരമായിട്ടും പേഴ്സണലായിട്ടും എനിക്ക് ഇത്രയും ഒരു എഫേർട്ട് കിട്ടിയ ഒരു സിസ്റ്റം ഇത്രയും നാളായിട്ട് എൻ്റെ ലൈഫിൽ ഇല്ലായിരുന്നു. അത് കിട്ടിയതിൻ്റെ പേരിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് ഡൈജസ്റ്റ് ആവാത്തതിൻ്റെ പേരിലും എൻ്റെ ട്രീറ്റ്മെൻറ്റ് നിർത്തി എന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുമോ. ഏകദേശം മാസങ്ങൾ 5 മാസം കഴിഞ്ഞു ഞാൻ എൻ്റെ വീട്ടുതടങ്കലിലാണ്. അപ്പോൾ മകൾ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. മകൾ പറയുന്നത് എൻ്റെ അച്ഛൻ എന്നെ ആടിച്ച് ഇടിച്ച് കടിച്ച് പറിച്ച് എന്നിട്ട് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. അതായത് എൻ്റെ ഹോൾഡ് അറിയാമല്ലോ, കമ്മ്യൂണിസമൊക്കെ വീട്ടിന് പുറത്ത്, ഇതൊക്കെ വെറും ജുജുബി മാറ്ററുകളാണ്. അതായത് സ്വന്തം വീട്ടിൽ കമ്മ്യൂണിസം ഞെഹി, വീട്ടിന് പുറത്താണ് കമ്മ്യൂണിസം. അപ്പുറത്തുള്ളവൻ്റെ വീട്ടിൽ അപ്പുറത്തവൻ്റെ ഭാര്യയെ നോക്കിയിട്ട് താലി ചാലിട്ട് പൊട്ടിച്ചെറി എന്ന് പറയാൻ ഭയങ്കര സുഖമാണ്. പക്ഷേ സ്വന്തം ഭാര്യ അത് ചെയ്യുമ്പം ചങ്ക് പറയും. അത് നമുക്ക് ചെയ്യാനായിട്ട് ഞഹി എന്ന് പറഞ്ഞാൽ ഞഹി. പിന്നെ നമ്മുടെ മൈത്രേനൊക്കെ പറയുന്നത് പോലെ സ്വന്തം ഭാര്യയ്ക്ക് വേറൊരുത്തനുമായിട്ട് പ്രണയം ഉണ്ടാകുന്നെങ്കിൽ എന്താണ് തെറ്റ്? നീയും കൂടെ പോകാൻ പറ്റുമെങ്കിൽ, എന്നിട്ട് അതിനുള്ള സാമൂഹിക സാഹചര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതൊക്കെ കാണുമ്പം നമ്മുടെ ലവൊക്കെ അടിച്ച് വിടൂലേ ഫേസ്ബുക്കിൽ. അപ്പോൾ അങ്ങനെ ലവൊക്കെ അടിച്ച് വിടുമ്പം സ്വന്തം കുടുംബത്തിൽ അങ്ങനെയുള്ളൊരു സെറ്റപ്പൊക്കെ വരുമ്പോൾ അണ്ണൻ ഇങ്ങനെ പെരുമാറും. നമ്മുടെ പുരോഗമനം അറിയില്ല, ആർത്തവം, അതാണ് നമ്മുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സെറ്റപ്പിലൂടെ കാര്യങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ അതിന് വിഘാതം സൃഷ്ടിക്കാമോ അണ്ണ? നാളെ അണ്ണൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലേ, ചരിത്രത്തിൻ്റെ താളുകളിൽ എഴുതപ്പെടും. അതുകൊണ്ട് ചരിത്രത്തിൻ്റെ താളുകളിൽ വരാനായിട്ട് അണ്ണൻ എന്ത് ചെയ്യണം? അണ്ണൻ ഈ ഇണക്കുരുവികളെ ഒന്നിപ്പിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പോരാത്തതിന് ഈ സാഹചര്യം സുഡാപ്പികൾ നല്ലതുപോലെ മുതലെടുക്കുന്നുണ്ട് എന്ന് അണ്ണൻ മനസ്സിലാക്കണം. ഈ പെൺകുട്ടിക്ക് ജീവനാംശമായിട്ട് കിട്ടിയില്ലേ ഈ സെറ്റപ്പൊക്കെ, അതായത് ഈ ഡിവോഴ്സിൽ കിട്ടിയല്ലോ, അതൊക്കെ തട്ടിയെടുക്കാനാണ് അണ്ണൻ്റെ ശ്രമം. അതുകൊണ്ടാണ് നിരന്തരം അണ്ണൻ ഈ പെൺകുട്ടിയുടെ തലക്കിട്ടടിക്കുന്നതെന്നാണ് സുഡാപ്പി പറഞ്ഞിരിക്കുന്നത്. സുഡാപ്പി പറയുന്നത് ഈ തലക്കിട്ടടിച്ചു കഴിഞ്ഞാൽ ഈ സെറിബ്രൽ ഇൻഡ്യൂഷൻ ഓഫ് ദ ഹെമറേജ് ഓഫ് ദ കൺട്രി, അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടി പോവുകയും കുട്ടി കോമയിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുട്ടിയെ കൊല്ലാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ കുട്ടിയെ രക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് എന്നാണ് ഇവർ പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ അണ്ണൻ ശ്രദ്ധിക്കണം. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ഈ ഇസ്ലാം സമൂഹത്തിനെ അപരവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള ഫാസിസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അപരവൽക്കരിക്കുന്ന സമൂഹത്തെ നമ്മൾ എന്ത് ചെയ്യണം? ചേർത്ത് പിടിക്കണം, അല്ലാതെ കൊങ്ങയ്ക്ക് പിടിക്കരുത്. അങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ട് അണ്ണൻ്റെ ഒരു സംഭാവന, ഒരു എളിയ സംഭാവന, അതാണ് ഈ സമൂഹം ചോദിക്കുന്നതാണ്. അണ്ണന് കൊടുക്കാൻ മടിയാണെങ്കിൽ അണ്ണന് എക്സാമ്പിൾ ഫ്രണ്ടിലില്ലേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നോക്കൂ. അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള വീണ വിജയനെ വിവാഹം കഴിച്ചിരിക്കുന്നത് ആരാണ്?
അത് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ അന്തസ്സായിട്ട് ജീവിക്കുന്നു. അദ്ദേഹവും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളും ഇപ്പോൾ സ്വസ്ഥമായിട്ട്, പിന്നെ ടൂറിസം വകുപ്പാണല്ലോ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് എവിടെ ടൂർ പോകണം, ജർമ്മനി വേണോ, മാൾഡോവ വേണോ, റഷ്യ വേണോ, യുക്രൈൻ വേണോ, എവിടെ വേണോ നമുക്ക് ടൂർ പോകാം. ആ ഒരു സെറ്റപ്പിലേക്കൊക്കെ കാര്യങ്ങളൊക്കെ പോകുന്ന കണ്ടില്ലേ. നമ്മുടെ സമൂഹത്തിൽ സന്തോഷമായിട്ട് ജീവിക്കുന്ന അണ്ണൻ കാണുന്നില്ലേ. അതൊക്കെ അണ്ണൻ്റെ മുന്നിലൊരു എക്സാമ്പിളല്ലേ. അതുകൊണ്ട് ആ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ അണ്ണൻ എന്ത് ചെയ്യണം, ഈ ഇണക്കുരുവികളെ ഒന്നിപ്പിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ പുരോഗമനം. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് അണ്ണൻ പോകണം എന്ന് മാത്രമേ എനിക്ക് അണ്ണനോട് പറയാനായിട്ടുള്ളൂ. എന്തായിരുന്നാലും നമ്മുടെ സുഡാപ്പികൾ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് സുഡാപ്പികൾ പറയുന്നത് നമ്മുടെ മുബാറക്ക് റാവുത്തർ എന്ന് പറയുന്ന ഒരു ആൾ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ അണ്ണനെ ഒന്ന് വായിക്കാം. ഇത് സംഗീത 34 വയസ്സുള്ള അരയ്ക്ക് താഴേക്ക് തളർന്നുപോയ വികലാംഗയായ യുവതി. ഈ ടോണിൽ തന്നെ വായിക്കണേ. CPM ഉദുമ ഏരിയയിലെ തലമുതിർന്ന നേതാവ് സഖാവ് ഭാസ്കരൻ്റെ ഏക മകൾ. ആദ്യ വിവാഹം 5 വർഷം മുമ്പ് ഡിവോഴ്സായി. അതിലൊരു കുട്ടിയുണ്ടെന്ന് പറയപ്പെടുന്നു. 2 വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ അരയ്ക്ക് താഴേക്ക് തളർന്നുപോയി. പിന്നീട് മാസങ്ങൾ തളർന്നു കിടന്നു. നിരവധി ചികിത്സകൾ ചെയ്തു നോക്കി. അവസാനം 6 മാസം മുമ്പ് അവൾ ഫേസ്ബുക്കിൽ ഒരു നാഡീ ചികിത്സനെ പരിചയപ്പെട്ടു. പിന്നീട് 2 വർഷമായി ചലനശേഷിയും രക്തചംക്രമണവും നാഡീബലവും ഇല്ലാതിരുന്ന അവളുടെ കാലുകൾ പതിയെ പതിയെ ശക്തി പ്രാപിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. വാവ്, ബ്യൂട്ടിഫുൾ. അതിനുശേഷം അവൾക്ക് അല്പ ദിവസത്തിനുള്ളിൽ സ്വയം നടക്കാനാകുമെന്ന് ബോധ്യപ്പെട്ടതോടെ അവളുടെ പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും നീളം വയ്ക്കുവാൻ തുടങ്ങി. നാഡീ ചികിത്സയ്ക്കിടെ പരിചയപ്പെട്ട യുവാവിനോട് അവൾ അവളുടെ സ്വപ്നങ്ങൾ പങ്കുവച്ചു. അങ്ങനെ പങ്കുവച്ച് പിതാവും സഹോദരനും തനിക്ക് ഡിവോഴ്സിൻ്റെ ഭാഗമായി കിട്ടിയ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്നതും വീട്ടിൽ ജയിലറയ്ക്കുള്ളിൽ കഴിയുന്നത് പോലെയുള്ള അവസ്ഥകളും തനിക്ക് തൻ്റെ ആക്സിഡൻറ്റിൻ്റെ ഭാഗമായി കിട്ടുന്ന വലിയ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ അവർ ശ്രമിക്കുന്നതും തനിക്ക് ഈ ലോകം മുഴുവൻ ചുറ്റിക്കാണണമെന്ന സ്വപ്നം പറയുമ്പോഴും അവരിരുവരും ക്രൂരമായി മർദ്ദിക്കുന്നുവല്ല ആ യുവാവിനോട് അവൾ പങ്കുവച്ചു. അതായത് അവൾ പറക്കട്ടെ, സ്ത്രീകൾ പറക്കട്ടെ എന്നാണ് നമ്മുടെ മുബാറക്ക് പറയുന്നത്. അവൾക്ക് ലോകം മുഴുവൻ ചുറ്റിക്കാണണ്ടേ, അവൾക്ക് സ്വാതന്ത്ര്യം വേണ്ടേ, സ്വാതന്ത്ര്യം. അതുകൊണ്ട് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല, ഇങ്ങോട്ട് വരട്ടെ, നമ്മൾ കൊടുക്കാം സ്വാതന്ത്ര്യം എന്നാണ് ഈ സോദരൻ പറയുന്നത്. വളരെ ക്ലിയറാണ് കാര്യങ്ങൾ. എന്ത് ക്ലിയർ കട്ടായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് നോക്കൂ. അവൻ അവളുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടിരിക്കാമെന്ന് വാക്ക് കൊടുത്തു. അവൾ അവളുടെ ജീവിതത്തിലേക്ക് തിരികെ എത്തി സ്വയം ചുവടുവയ്ക്കാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയ പിതാവും സഹോദരനും പൊടുന്നനെ ആ നാഡീ ചികിത്സാലയത്തിൽ നിന്നും അവളെ നിർബന്ധപൂർവ്വം കാറിൽ കൂട്ടിക്കൊണ്ടു വീട്ടിൽ പൂട്ടിയിട്ടു. ഉദ്വേഗഭരിതമായിട്ടുള്ള നിമിഷങ്ങളാണ്. അവൾക്ക് അവളുടെ കാലുകൾ പുതുജീവൻ വയ്ക്കുന്നത് മാത്രമായിരുന്നു പ്രശ്നം. കാരണം അവളുടെ ഇൻഷുറൻസ് തുക 1 കോടിയിലേറെ രൂപ വരും. അത് പൂർണ്ണമായും കൈക്കലാക്കണമെങ്കിൽ ഇനി അവൾ കൊല്ലപ്പെടണം. ക്രൂരമായിട്ടുള്ള മ്യൂസിക്. അതിനാണ് അവർ ഇരുവരും ചേർന്ന് വീട്ടിൽ പൂട്ടിയിട്ട് തുടർച്ചയായി തലയിൽ തന്നെ മർദ്ദിച്ച് കോമയിലാക്കാൻ ശ്രമിക്കുന്നതും മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതും 2 നേരം പട്ടിണിക്കിട്ട് നിരന്തരം ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും. CPM എന്ന പാർട്ടിയുടെ ഭരണവും അതിലുള്ള സ്വാധീനവും ഉപയോഗിച്ചാണ് ആ പിതാവും സഹോദരനും അവളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതെന്നാണ് അവൾ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഇത് സത്യത്തിൽ ഒരു പ്രണയമോ വിവാഹമോ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല സഹോദരരെ. വികലാംഗയായ ഒരു യുവതിയുടെ സമ്പത്തും സ്വർണവും പണവും തട്ടിയെടുക്കാൻ അധികാരത്തിൻ്റെ മറ ഉപയോഗിച്ച് ഒരു പിതാവും സഹോദരനും നടത്തുന്ന ക്രൂര പീഡനത്തിൻ്റെ വിഷയമാണ്. 34 വയസ്സുള്ള ബുദ്ധിയും വിവേകവുമുള്ള ഒരു സ്ത്രീയുടെ വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ നോക്കുന്ന വീട്ടുകാരുടെ ക്രൂരമായിട്ടുള്ള വിഷയമാണ്. എങ്ങനെ 34 വയസ്സുള്ള സ്ത്രീയുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്നൊക്കെ പറയാൻ പഠിച്ച് അവളെ രക്ഷിക്കേണ്ടത് ഇവിടുത്തെ അധികാരികളുടെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തേണ്ടത് ഇവിടുത്തെ മാധ്യമങ്ങളും പൊതുസമൂഹവുമാണ്. അതാണ് എൻ്റെയും അഭിപ്രായം സുഹൃത്തുക്കളെ. ഇവിടെയുള്ള മാധ്യമങ്ങൾ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലണം, ആ പെൺകുട്ടി അനുഭവിക്കുന്ന ക്രൂര പീഡനങ്ങൾ ചിത്രീകരിക്കണം, സമൂഹത്തിന് മുമ്പിൽ എത്തിക്കണം. എത്രയും വേഗം ആ നാഡീ ചികിത്സകൻ്റെ കയ്യിൽ അവളുടെ പ്രണയം പൂവണിയാനായി എന്ത് ചെയ്യണം, ആ സിദ്ധൻ്റെ കയ്യിൽ അവളെ പിടിച്ചേൽപ്പിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. പക്ഷേ ആ വൈദ്യൻ വിവാഹിതനും 2 കുട്ടികളുടെ ബാപ്പയുമാണ്. ബീവികൾക്കും മക്കൾക്കും ചിലവിന് കൊടുക്കാത്തത് കൊണ്ട് വൈദ്യർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഒരു വിഷയമേ ഉള്ള കാര്യമല്ല. കാരണം അതുല്യ പ്രണയത്തിന് വേണ്ടി നമ്മൾ എന്തും ത്യജിക്കാനായിട്ട് തയ്യാറാകണം എന്ന് മാത്രമേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനായിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഷുക്കൂർ വക്കീൽ, ഞാൻ വീണ്ടും പറയണം, കാണ്ടമായിട്ട് CPM അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വക്കീലെണ്ണനോട് കൂടെ ഞാൻ പറയണം, അണ്ണാ ഒരു പുരോഗമനപരമായിട്ട് ചിന്തിക്കണം. എന്തെണ്ണ ഇങ്ങനെ മൈത്രേൻ്റെ വീഡിയോ ഒന്നും കാണാറില്ല അണ്ണൻ? മൈത്രേൻ്റെ വീഡിയോ ഒക്കെ കാണണം. എന്ത് സുലഭമായിട്ടുള്ള കേരളത്തിലേക്കാണ് ഈ പുരോഗമനവാദികളൊക്കെ കൂടെ നമ്മൾ നയിക്കുന്നതെന്ന് മനസ്സിലാക്കാണ്ട് പഠിക്കുകയും, അല്ലാതെ വെറുതെ ഉത്തരേന്ത്യയിലെ ചാണകസംഖ്യകളെ പോലെയും RSS ഫാസിസ്റ്റുകളെ പോലെയും പെരുമാറല്ലേ. ദയവ് ചെയ്ത് ആ അപേക്ഷയാണ്, പ്ലീസ്. അപ്പോൾ ശരി.